നമസ്കാരം. പ്രധാന വാർത്തകൾ. 4 വർഷമായിട്ടും റോഡ് പണി പൂർത്തിയാക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി ബിജെപി രംഗത്ത്. ഷൊർണൂർ PWD ഓഫീസിൽ പ്രതിഷേധവുമായി എത്തിയത് ഷൊർണൂർ കുളപ്പുള്ളി മുതൽ കൊച്ചിൻ പാലം വരെയുള്ള പാതയിലെ വലിയ കുഴികൾ അടയ്ക്കണമെന്നും അപകടങ്ങൾ പെരുകാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടി. ഷൊർണൂർ MLA P മമ്മിക്കുട്ടിക്കെതിരെയും രൂക്ഷ വിമർശനം. പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാതെ MLAയും ഉദ്യോഗസ്ഥരും വലിയ അഴിമതിയാണ് നടത്തിയിരിക്കുന്നതെന്നും BJP നേതാക്കൾ. പാലക്കാട് മെഡിക്കൽ കോളേജിൽ സ്ഥിരം അധ്യാപകരും അടിസ്ഥാന സൗകര്യവുമില്ല. അനിശ്ചിതകാല സമരവുമായി വിദ്യാർത്ഥികൾ. പ്രതിഷേധവുമായി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പരിശോധനാ സംവിധാനങ്ങൾ, ശസ്ത്രക്രിയാ സംവിധാനങ്ങൾ തുടങ്ങി യാതൊരു അടിസ്ഥാന സൗകര്യവും അധികൃതർ ഒരുക്കിയിട്ടില്ലെന്നും കരാർ അടിസ്ഥാനത്തിലുള്ള അധ്യാപകർ അധ്യാപനത്തിന് പ്രാപ്തരല്ലെന്നും വിദ്യാർത്ഥികൾ. സർക്കാർ അവഗണന തുടർന്നാൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച് SFI. സുരേഷ് ഗോപിയുമായുള്ള ബന്ധം വിവാദമായ പശ്ചാത്തലത്തിൽ മേയർ MK വർഗീസിന് താക്കീത് നൽകി CPM. പ്രതികരണങ്ങളിൽ ശ്രദ്ധ വേണമെന്ന CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് മേയർക്ക് നിർദ്ദേശം നൽകി. തൃശൂരിന്റെ MP-യാക്കാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് MK വർഗീസ് പറഞ്ഞത് തിരിച്ചടിയായെന്ന് CPI വ്യക്തമാക്കിയിരുന്നു. CPIയുടെ പരാതിയെ തുടർന്നാണ് CPM-ന്റെ നടപടി. പത്തിരിപ്പാല ഞാവളിൻ കടവിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പഴയ ലക്കിടി കല്ലുവെട്ടുകുഴിയിൽ അമീർ ഹംസയുടെ മകൻ 30-കാരൻ അദീബ് അമീറിനെയാണ് ഞാവളിൻ കടവിന് സമീപം പുഴയിൽ ബുധനാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒറ്റപ്പാലം നെല്ലിക്കുറിശ്ശിയിൽ ഉടമയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം കാർ കത്തിച്ച കേസിൽ നെല്ലിക്കുറിശ്ശി സ്വദേശി 31-കാരൻ ചക്കിങ്ങൽ സൈദലവിയെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു. ചുനങ്ങാട് ചെപ്പലത്തോട്ടിൽ 34 വയസ്സുകാരൻ പ്രമോദിനാണ് പരിക്കേറ്റത്. കാർഷിക മേഖലയിൽ സോളാർ പമ്പുകൾ വിപ്ലവം സൃഷ്ടിക്കുന്നു. സൗരോർജ്ജത്തിൽ ജലസേചനം നടത്തുന്ന പദ്ധതിക്ക് പട്ടാമ്പി മേഖലയിൽ തുടക്കം. പദ്ധതി നടപ്പിലാക്കുന്നത് കൃഷിഭവനുകൾ വഴി. ജലസേചന മാർഗം സോളാർ വഴി ആവുന്നത് വലിയ ആശ്വാസമാണെന്ന് കർഷകർ. വാർത്തകൾ വിശദമായി. 4 വർഷമായി റോഡ് പണി പൂർത്തിയാക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി BJP. ഷൊർണൂർ കുളപ്പുള്ളി മുതൽ കൊച്ചിൻ പാലം വരെയുള്ള 3.5 കിലോമീറ്റർ പാതയിലെ കുഴികൾ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടും അപകടങ്ങൾ പെരുകുന്നതും ചൂണ്ടിക്കാട്ടിയുമാണ് ഷൊർണൂർ PWD ഓഫീസിൽ BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയത്. ഷൊർണൂർ MLAയ്ക്കുമെതിരെയും രൂക്ഷ വിമർശനമുയർന്നു. പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാതെ MLAയും ഉദ്യോഗസ്ഥരും വലിയ അഴിമതിയാണ് നടത്തിയിരിക്കുന്നതെന്നും BJP കുറ്റപ്പെടുത്തി. ഷൊർണൂർ കുളപ്പുള്ളി മുതൽ കൊച്ചിൻ പാലം വരെയുള്ള 3.5 കിലോമീറ്റർ പാതയിലെ വലിയ കുഴികൾ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കാലവർഷം ശക്തി പ്രാപിക്കാൻ തുടങ്ങുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ പെരുകുന്നത് ചൂണ്ടിക്കാണിച്ചുമാണ് ഷൊർണൂർ PWD ഓഫീസ് AE ഉപരോധിക്കാനായി BJPയുടെ നേതൃത്വത്തിൽ എത്തിയത്. അതേസമയം AXC ഇന്ന് ലീവായതിനാൽ പ്രവർത്തകർ ഫോൺ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. 2 ദിവസത്തിനകം പാതയിലെ കുഴികൾ അടയ്ക്കാമെന്ന് AXC പറഞ്ഞു. സാറേ, ഈ മഴയത്ത് വലിയ ആളുകൾ വലിയ ഇതാണ്. ആ മെറ്റൽ ഇൻഡസ്ട്രീസിൻ്റെ മുമ്പിലൊക്കെ ഒരു വണ്ടിയുടെ ഒരു 2 വീലറിൻ്റെ ടയർ ഇറങ്ങി നിന്നാൽ കാണില്ല. അത്രയും വലിയ കുണ്ടുകൾ അവിടെയൊക്കെ. അങ്ങനെ ചെറിയ ചെറിയ വണ്ടികളിൽ വരുന്ന ആളുകൾ പെട്ടെന്ന് ഈ കുണ്ടിൽ തട്ടി താഴെ വീഴുകയാണ്. അങ്ങനെ ആ കുളപ്പുള്ളി മുതൽ കൊച്ചിൻ പാലം വരെ അതന്നെ സ്ഥിതി. അപ്പം നമ്മളിത് ഇപ്പം ഇന്ന് ഞങ്ങൾ സാറിനെ കണ്ടിട്ട് അതിൻ്റെ ഒരു ഇത് അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട്. കൗൺസിലർമാർ എല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഓഫീസിലേക്ക് സാറെ കാണാൻ വന്നാണ്. അപ്പോഴാണ് ഇന്ന് ഇവിടെ ഇല്ല എന്ന് പറയാം. കുളപ്പള്ളി മുതൽ കൊച്ചിൻ പാലം വരെയുള്ള പാതയിൽ അപകടങ്ങൾ പെരുകുന്നതായി BJP നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്ത ഷൊർണൂർ നഗരസഭാ കൗൺസിലറായ T സീന, സന്ധ്യ എന്നിവർ കുഴിയിൽപ്പെട്ട് അപകടം സംഭവിച്ചിരുന്നു. തത്തങ്കോട് കൗൺസിലർ T സീനയുടെ ഇടത് കാലിന് ഒടിവ് സംഭവിച്ചിരുന്നു. സമാനമായ രീതിയിൽ മൈൽവാനം ഓഡിറ്റോറിയത്തിന് മുന്നിലെ കുഴികളും ഇരുചക്രവാഹനം അപകടത്തിൽപ്പെടുന്നത് തുടർക്കഥയാണ്. കൂടാതെ പൊതുവാൾ ജംഗ്ഷൻ, SMB ജംഗ്ഷൻ എന്നിവിടങ്ങളിലും വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. മഴ പെയ്താൽ കുഴികൾ കാണാത്തതും ഇരുചക്രവാഹനത്തിൽ അപകടത്തിൽപ്പെടാൻ കാരണമാകുന്നുണ്ട്. 2021 ഈ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചത്. റോഡ് പണി പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ നേതൃത്വത്തിൽ വിവിധ ഘട്ടങ്ങളിലായി സമരങ്ങൾ നടത്തിയിരുന്നു. സമരങ്ങളുടെ ഭാഗമായി താൽക്കാലികമായി റോഡ് പണി ചെയ്യുക എന്നതിനപ്പുറം BM&BC മോഡൽ രീതിയിലുള്ള റോഡിന്റെ നവീകരണ പ്രവർത്തനം ഇവിടെ നടന്നിട്ടില്ലെന്ന് BJP പ്രാദേശിക നേതൃത്വം ചൂണ്ടിക്കാട്ടി. നിലവിൽ BM വർക്ക് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അന്ന് BC വർക്ക് ചെയ്തിരുന്നില്ല. BM വർക്ക് ചെയ്ത് 2 ദിവസങ്ങൾക്കുള്ളിൽ BC വർക്ക് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ഈ പ്രവൃത്തികളൊന്നും സമയബന്ധിതമായി പൂർത്തീകരിക്കാതെ MLAയും ഉദ്യോഗസ്ഥരും കോടികളുടെ അഴിമതിയാണ് നടത്തിയിട്ടുള്ളതെന്നും സാധാരണക്കാരായ ഷൊർണൂർ നിവാസികളുടെ പ്രശ്നങ്ങൾ തല്ലിക്കെടുത്തിയ MLAയാണ് P മമ്മിക്കുട്ടിയെന്നും BJP ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ ആരോപിച്ചു. ഷൊർണൂരിന്റെ MLA ഷൊർണൂരിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ഇതൊക്കെ കണ്ടാൽ സാധിക്കുന്നത്. 4 വർഷമായിട്ടും MLAക്ക്
ഈ റോഡിൻ്റെ ഒരു പണിക്ക് വേണ്ടി ഇടപെടാൻ സാധിച്ചിട്ട് ചെയ്യാൻ സാധിക്കുക വെച്ചാൽ എന്തിനാണ് ഷൊർണൂരിന് അങ്ങനെ ഒരു MLA എന്ന് ഞങ്ങൾ ചോദിക്കാൻ ആവശ്യം. MLA പൊതുസമൂഹത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കേണ്ടവരാണ്. അദ്ദേഹം തൃത്താലയിൽ പോയി കിടന്നുറങ്ങിയുകൊണ്ട് ഷൊർണൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല. ഷൊർണൂരുകാരുടെ ശാപമായിട്ട് മമ്മിക്കുട്ടി MLA മാറിയിരിക്കുന്ന ഒരവസ്ഥ ഷൊർണൂർ മുതൽ കൊച്ചിൻ പാലം വരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കൗൺസിലർമാരായ EP നന്ദകുമാർ, K പ്രസാദ്, ലേഖ രമേശ്, ബിന്ദു മുകുന്ദൻ, BJP കുളപ്പള്ളി ഏരിയ ജനറൽ സെക്രട്ടറി മനോജ് ആറാണി എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അധ്യാപകരും അടിസ്ഥാന സൗകര്യവുമില്ല. പാലക്കാട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. സമരത്തിലേർപ്പെട്ട വിദ്യാർത്ഥികൾ കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് വാഗ്ദാനമല്ലാതെ മറ്റൊന്നും കിട്ടുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ. സർക്കാർ നിരന്തരം വാഗ്ദാനം നടത്തുന്നതല്ലാതെ മെഡിക്കൽ കോളേജിനായി ഒന്നും ചെയ്യുന്നില്ല. മെഡിക്കൽ കോളേജ് ആരംഭിച്ച് 10 വർഷം പിന്നിടുമ്പോഴും സ്ഥിര അധ്യാപക നിയമനം നടത്തുന്നില്ല. കരാർ അടിസ്ഥാനത്തിലുള്ള അധ്യാപക നിയമനം അധ്യാപനത്തിന് പ്രാപ്തമാവുന്നില്ല. അനധ്യാപകർ, പരിശോധനാ സംവിധാനങ്ങൾ, ശസ്ത്രക്രിയാ സംവിധാനങ്ങൾ തുടങ്ങി യാതൊരു അടിസ്ഥാന സൗകര്യവും അധികൃതർ ഒരുക്കിയിട്ടില്ല. മെഡിക്കൽ കോളേജിന്റെ മുൻവശത്തുള്ള ഹൈവേയിൽ നടക്കുന്ന അപകടങ്ങളിൽ പെടുന്നവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകാൻ പോലും സംവിധാനമില്ല. തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനം കൊട്ടിഘോഷിച്ച് നടത്തിയെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ നിശ്ചലമായെന്നും മെഡിക്കൽ കോളേജിനായി അനുവദിക്കുന്നുണ്ടെന്ന് പറയുന്ന കോടികൾ എവിടേക്കാണ് പോകുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. ഏറ്റവും ബെസ്റ്റ് കോളേജായിട്ട് ഞങ്ങളുടെ കോളേജ് മാറ്റാൻ പറ്റും. ഹോസ്പിറ്റൽ ആർക്കും തൃശ്ശൂരും കോയമ്പത്തൂരും ഒന്നും പോകേണ്ട കാര്യമില്ല. ഇവിടെ എന്ത് വന്നാലും ഉടനെ ഉണ്ട് റെഫർ ചെയ്ത് വിടുക. അതെന്ത് പരിപാടിയാണ്? ഇവിടെ നാട്ടുകാർ റെഫറിന് വേണ്ടിയാണുള്ളത്. അത്യാവശ്യം സംഭവിച്ചു വരുമ്പം തൃശ്ശൂരേക്ക് വിട്ടോ, കോയമ്പത്തൂരേക്ക് വിട്ടോ, അത് വേണ്ട ഇവിടെ. ഇനി എന്തിന് ഇത്രയും വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചേക്കുന്നു? 10 വർഷമായി കണ്ടിട്ടില്ലേ? എവിടെ നിന്നാലും കാണാം ആ ബിൽഡിംഗ്, പക്ഷെ അകത്തൊന്നും ഇല്ല. അതാരും അറിയുന്നില്ല. അവസാന വർഷ വിദ്യാർത്ഥികളായ ഗൗതം കൃഷ്ണ, ആദിത്യ, അഖിൽ, ഗ്രീഷ്മ, തനിമ, കൃഷ്ണ തുടങ്ങിയവരാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. മാത്രമല്ല ഇത് നാട്ടുകാരുടെയും കൂടെ ആവശ്യമാണ്. നമ്മൾ സ്റ്റുഡൻസ് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട്. ആ പാലക്കാട് ഈ പാലക്കാട് ടൗണിൻ്റെ അകത്ത് എത്ര നല്ല ആശുപത്രികളുണ്ട് നിങ്ങളൊന്ന് പറയൂ. ടേഴ്സറി കെയർ എത്ര എണ്ണം ഉണ്ട്? ഗവൺമെന്റ് സ്ഥാപനമായിട്ട് എത്ര എണ്ണം ഉണ്ട്? ആകെ ഒരു ജില്ലാ ആശുപത്രിയാണ് ഉള്ളത്. ആ ജില്ലാ ആശുപത്രിയാണ് ഈ നാട്ടിലുള്ള സകല ആളുകളും ആശ്രയിക്കുന്നത്. മനസ്സിലായില്ലേ? അതല്ലാതെ വേറെ ഒരു ആശുപത്രിയും ഒന്നുമില്ല. നിങ്ങളൊന്ന് നോക്ക്, ഇവിടുത്തെ പകുതിയിലേറെ ആളുകൾ നേരെ പോകുന്ന തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കും കോഴിക്കോടും കോയമ്പത്തൂരിലേക്കുമാണ്. അപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടെ എത്ര പാലക്കാടന്മാരുണ്ടെന്ന് കൈപൊക്കാൻ പറഞ്ഞാൽ അവിടുത്തെ പകുതി പേരും കൈപൊക്കും. കാരണം പകുതിയിലേറെ ആളുകളും പാലക്കാട് നിന്ന് പോകുന്ന ആൾക്കാരാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സുരേഷ് ഗോപിയുമായുള്ള ബന്ധത്തിൽ മേയർ MK വർഗീസിനെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി താക്കീത് ചെയ്തു. CPIയുടെ പരാതിയെ തുടർന്നാണ് നടപടി. പ്രതികരണങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് മേയർക്ക് നിർദ്ദേശം നൽകി. തൃശൂരിന്റെ MP ആകാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് MK വർഗീസ് പറഞ്ഞത് തിരിച്ചടിയായെന്ന് CPI വിലയിരുത്തൽ. വിജയത്തിനുശേഷം മേയറും സുരേഷ് ഗോപിയും തൃശൂരിലെ ഭാരത് ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തിയതിലും CPIക്ക് അതൃപ്തിയുണ്ട്. ഇതോടെ CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ നേരിൽ കണ്ട് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അതൃപ്തി അറിയിച്ചു. അല്ല, സുരേഷ് അദ്ദേഹം അത്തരം ഒരു മുഹൂർത്തങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. അങ്ങനെ LDF പിന്തുണയ്ക്കുന്ന ഒരു മേയർ അങ്ങനെ ഒരു പ്രതികരണങ്ങൾ നടത്തുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് എൻ്റെയും അഭിപ്രായം. അല്ല, മേയറുടെ ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. മേയറുടെ ഒരു അംഗത്വത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കോർപ്പറേഷൻ ഭരണം നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പരിമിതികൾ കോർപ്പറേഷൻ ഭരണത്തിനകത്തുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. LDF പിന്തുണയ്ക്കുന്ന ഒരു മേയറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ കുറച്ചും കൂടി കരുതലും സത്യം വേണ്ടതാണ് എന്ന അഭിപ്രായം ഞങ്ങൾ. പിന്നാലെ മേയർ MK വർഗീസിനെ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. തന്നെ മാധ്യമങ്ങൾ ആക്രമിക്കുകയാണെന്നും എല്ലാം മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും MK വർഗീസ് വിശദീകരിച്ചു. വിശദീകരണത്തിൽ പൂർണ്ണ തൃപ്തരാകാതിരുന്ന CPIM നേതൃത്വം ജാഗ്രത വേണമെന്ന താക്കീത് MK വർഗീസിന് നൽകി. ഇതിനു പിന്നാലെയാണ് മേയർ MK വർഗീസ് വാർത്താസമ്മേളനം വിളിച്ചത്. സുരേഷ് ഗോപിയുമായി മേയർ MP ബന്ധം മാത്രമാണെന്നും ബാക്കിയെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നും മേയർ വ്യക്തമാക്കി. ഞാനിപ്പോൾ ഇടതുപക്ഷമാണ്, CPM-ൻ്റെ ആണ് എന്നെ ഇവിടെ മേയറാക്കിയിട്ടുള്ളത്. അത് LDF-ൻ്റെ ഭാഗമാണ്, മുഖ്യ കക്ഷിയാണ്. അവരിൽ കൂടിയാണ് ഞാൻ ഇവിടെ മേയറായിരിക്കുന്നത്. അപ്പോൾ അവരുടെ നയങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പറഞ്ഞ് ഈ പറഞ്ഞ പോലെ തന്നെ ബോധത്തോടു കൂടി തന്നെ ചെയ്യുന്ന പ്രവൃത്തി അത് ശരിയല്ല, അത് ഭൂഷണമല്ല.
നമുക്ക് വികസനത്തിന് എതിരായി വരരുത്. നാട് നന്നാവണം, തൃശ്ശൂർ നന്നാവണമെങ്കിൽ അതിൽ കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഈ പത്രത്തിൽ നമ്മൾ എല്ലാം വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ എന്നാണ് എനിക്ക് നിങ്ങളോട് ബോധ്യപ്പെടുത്താനുള്ളത്. എന്നാൽ 17, 18 തീയതികളിൽ ചേരുന്ന CPI ജില്ലാ നേതൃയോഗങ്ങളിൽ വിഷയം ചർച്ച ചെയ്തേക്കുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കഴിഞ്ഞ ദിവസം കാണാതായ യുവാവിനെ പത്തിരിപ്പാല അതിർക്കാട് ഭാരതപ്പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പഴയലക്കടി പടിഞ്ഞാറക്കര അമീർ ഹംസയുടെ മകൻ 30 വയസ്സുള്ള അദീബ് അമീറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസം മുൻപാണ് ഗൾഫിൽ നിന്നും അമീർ നാട്ടിലെത്തിയത്. തുടർന്ന് ചൊവ്വാഴ്ച ഉച്ച മുതൽ യുവാവിനെ കാണാതായതിനാൽ ഒറ്റപ്പാലം പോലീസിൽ പരാതിയും നൽകി. ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ ഞാവളിൻകടവിന് സമീപം അജ്ഞാത ബൈക്ക് കാണപ്പെട്ടിരുന്നു. തുടർന്ന് നാട്ടുകാരെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ബുധനാഴ്ച രാവിലെ വീണ്ടും ആരംഭിച്ച തിരച്ചിലിനൊടുവിലാണ് ഞാവളിൻകടവിന് സമീപം പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാതാവ് ആയിഷ, അഷ്ഹബ്, അമീർ എന്നിവർ സഹോദരന്മാരാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കാർഷിക മേഖലയിൽ സോളാർ പമ്പുകൾ വിപ്ലവം സൃഷ്ടിക്കുന്നു. സൗരോർജ്ജത്തിൽ ജലസേചനം നടത്തുന്ന പദ്ധതിക്ക് പട്ടാമ്പിയിൽ തുടക്കമായി. കൃഷിഭവനുകൾ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജലസേചന മാർഗം സോളാർ വഴി ആവുന്നത് കർഷകർക്കും വലിയ ആശ്വാസമാണ്. പാടശേഖരങ്ങളിലെ ജലസേചന പമ്പുകൾ സൗരവൈദ്യുതിയിൽ പ്രവർത്തിപ്പിക്കുന്ന പദ്ധതിയാണ് പട്ടാമ്പി മേഖലയിൽ പുരോഗമിക്കുന്നത്. സോളാർ പാനലുകളിലൂടെ ലഭ്യമാകുന്ന വൈദ്യുതി ഉപയോഗിച്ച് പാടശേഖരങ്ങളിലെ ജലസേചന മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കുന്നതാണ് പദ്ധതി. ഇതിനായി പാടശേഖരങ്ങളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കൽ പുരോഗമിക്കുകയാണ്. പട്ടാമ്പി നഗരസഭയിലെ കൊടലൂർ പാടശേഖരത്തിൽ സൗരോർജ്ജ ജലസേചന പദ്ധതിയുടെ പ്രവൃത്തികൾ പൂർത്തിയാവാറായി. ജലസേചന മാർഗം സോളാർ ആവുന്നത് കർഷകർക്കും വലിയ ആശ്വാസമാണെന്ന് പറയുന്നു. സംബന്ധിച്ചിപ്പോൾ സോളാർ വെച്ചത് കറണ്ട് ബില്ല് ഗവൺമെൻറ് അടച്ചിരുന്നു. അതിപ്പോൾ സോളാർ കൂടെ ഫ്രീ ആയിട്ട് തരുമെന്നാണ് പറയണത്. അതിന് മെച്ചം വരുന്നത് അവർ എടുക്കും, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു 8-10 വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ആൾക്കാർ കൂടി വെക്കാൻ ബാക്കിയുണ്ട്. അവിടെ അടുത്ത് വെക്കുമെന്നാണ് പറഞ്ഞു പോയിട്ടുള്ളത്. ഏതായാലും കൃഷിയെ സംബന്ധിച്ചോ ഒരു ആശ്വാസമാണ്. കാരണം കറണ്ട് ബില്ല് നിലവിൽ ഉണ്ടായിരുന്നത് അവർ ഗവൺമെൻറ് നിർത്താമെന്ന് പറഞ്ഞിട്ട് സോളാറുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യാമെന്ന് പറഞ്ഞു. പട്ടാമ്പി, കൊപ്പം, പരുത്തൂർ, വല്ലപ്പുഴ കൃഷിഭവനുടെ കീഴിൽ 20ഓളം സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്ന പണി അനർത്തെ തുടങ്ങിയിട്ടുണ്ട്. പട്ടാമ്പിയിൽ 10ഉം പരുത്തൂരിൽ 6ഉം കൊപ്പത്ത് 1ഉമാണ് ഉടനെ പൂർത്തിയാവുക. കിസാൻ ഊർജ്ജ സുരക്ഷ ഉദ്യാൻ മഹാഭിയാൻ PM കൂസും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാനൽ വയ്ക്കുന്നത്. തുകയുടെ 30% കേന്ദ്രവും ബാക്കി 70% നബാർഡിൽ നിന്നുള്ള വായ്പയുമാണ്. അതുകൊണ്ട് പദ്ധതി സ്ഥാപിക്കാൻ കർഷകർക്ക് വലിയ ബാധ്യത വരില്ല. കാർഷിക വകുപ്പിൻ്റെ സൗജന്യ വൈദ്യുതി പദ്ധതിയിൽ ഉൾപ്പെട്ട 30 സെന്റിനും 5 ഏക്കറിനും ഇടയിൽ പാടമുള്ള കർഷകരുടെ പമ്പ് സെറ്റുകൾക്കാണ് സൗരോർജ്ജ പാനലുകൾ വഴി വൈദ്യുതി നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് മെഡിക്കൽ കോളേജിനെതിരെയുള്ള അവഗണന. സർക്കാരിനെതിരെ SFIയും സമരരംഗത്ത്. സർക്കാർ അവഗണന തുടർന്നാൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും SFI. പാലക്കാട് മെഡിക്കൽ കോളേജിന് സർക്കാർ നൽകുന്ന വാഗ്ദാനങ്ങളൊന്നും പാലിക്കുന്നില്ല. വിദ്യാർത്ഥികളെയും സമൂഹത്തെയും ദ്രോഹിക്കുന്ന സമീപനമാണ് അധികൃതർ തുടരുന്നത്. കാലങ്ങളായി സ്ഥിരാധ്യാപക നിയമനം നടത്താൻ കഴിയാത്ത സർക്കാർ പരാജയമാണ്. മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് എന്തിനും ഏതിനും ജില്ലാ ആശുപത്രിയെ ആശ്രയിക്കേണ്ട ഗതികേടാണ്. എന്നാൽ ജില്ലാ ആശുപത്രിയോടും സർക്കാർ അവഗണന തുടരുകയാണെന്നും SFI ആരോപിച്ചു. 10 വർഷമായി രൂപീകരിക്കപ്പെട്ട ഒരു കോളേജാണ്. ഈ കോളേജുകൾ ഇന്ന് ഒരു പൊതുജനത്തിനോ വിദ്യാർത്ഥികൾക്കോ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് നിലവിലില്ല. അത് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മുടെ ഈ സമരം. അതിന് ആദ്യമായിട്ട് ആവശ്യമുള്ള നമുക്ക് സ്റ്റാഫ് ഷോർട്ടേജാണ്. 500 വിദ്യാർത്ഥികൾ പരം പഠിക്കുന്ന ഒരു കോളേജിൽ ആവശ്യമുള്ള ഫാക്കൽറ്റീസ് ഇല്ല. അതാണ് ഇവിടെ വിദ്യാർത്ഥി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആ വിദ്യാർത്ഥികളുടെ പ്രശ്നം വർഷങ്ങളായിട്ട് ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സമരങ്ങൾ നടത്തിയിട്ടുമുണ്ട്. പക്ഷേ ഒരു മറുപടി ലഭിക്കത്തക്കതോളം നമുക്കൊരു നടപടി എടുക്കാമെന്ന് ജൂൺ 10 ഒരു കാലാവധി വെച്ച് അധികൃതർ പറയുകയുണ്ടായി. പക്ഷേ അതിനുശേഷവും നമുക്കത് പരിഹരിക്കപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ SFIയുടെ നേതൃത്വത്തിലൂടെ സമരം സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം നെല്ലിക്കുറിശ്ശിയിൽ ഉടമയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം കാർ കത്തിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. നെല്ലിക്കുറിശ്ശി ചക്കിങ്ങൽ സേതലവിയെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെ നെല്ലിക്കുറിശ്ശി പാലക്കുന്നിലാണ് സംഭവം. ചുനങ്ങാട് ചെപ്പളത്തോട്ടിൽ 34-കാരൻ പ്രമോദിനാണ് പരിക്കേറ്റത്. സുഹൃത്തുക്കളായ ഇരുവരും മദ്യപിച്ചുണ്ടായ വാക്കുതർക്കമാണ് പ്രശ്നത്തിന് കാരണം. പ്രമോദിനെ കയ്യിൽ വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം ഇയാളുടെ കാറിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർത്ത് സൈതലവി കാറിന് തീ വയ്ക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. ഒറ്റപ്പാലം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രമോദ്. വധശ്രമത്തിനും കാർ കത്തിച്ചതിനുമാണ് സൈതലവിക്കെതിരെയുള്ള കേസ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ മച്ചാട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ബുധനാഴ്ച പുലർച്ചെ തെക്കുംകര മലാക്കയിലാണ് വീട്ടുമുറ്റത്ത് വരെ കാട്ടാന എത്തിയത്. കാട്ടാനയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു.
പ്രദേശത്തെ വീടിന് പുറകിൽ വെച്ചിരുന്ന ചക്ക തിന്ന കാട്ടാന സമീപത്തെ വീട്ടുവളപ്പിലെ പന കുത്തിമറിച്ചിട്ടു. പ്രദേശത്തെ മറ്റൊരു പറമ്പിലെ പ്ലാവിൽ നിന്നിരുന്ന ചക്കകളും ആന പറിച്ചു തിന്നു. സംഭവം അറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാർ പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തിയത്. പ്രദേശവാസി ബിജുവിന്റെ വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള CCTVയിലാണ് ആനയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ കുളപ്പുള്ളി പ്രധാന റോഡിൽ കുഴിയിൽ സ്കൂട്ടർ മറിഞ്ഞ് 2 കൗൺസിലർമാർക്ക് പരിക്ക്. ഷൊർണൂർ നഗരസഭയിലെ കവളപ്പാറ തത്തംകോട് കൗൺസിലർ ടി സീന, അന്തിമഹാകാളൻചിറ കൗൺസിലർ സന്ധ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ നിന്ന് കുളപ്പുള്ളിയിലെ ജനസേവന കേന്ദ്രത്തിലേക്ക് പോകുകയായിരുന്നു ഇരുവരും. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് മുന്നിലെത്തിയപ്പോൾ കുഴിയിൽ തെന്നി വീഴുകയായിരുന്നു. സംഭവസ്ഥലത്തുണ്ടായിരുന്നവർ ഇരുവരെയും തൊട്ടടുത്ത സ്വകാര്യ ക്ലിനിക്കിലെത്തിച്ചു. സീനയാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. വീഴ്ചയിൽ സീനയുടെ ഇടതുകാലിന് പരിക്കേറ്റിട്ടുണ്ട്. 1 മാസത്തെ വിശ്രമത്തിനാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഷൊർണൂർ മുതൽ കുളപ്പുള്ളി വരെയുള്ള പാതയിൽ പല സ്ഥലങ്ങളിലുമുള്ള കുഴികളിൽ ഇരുചക്രവാഹനങ്ങൾ വീഴുന്നതിനാൽ ചെടി നട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അടുത്തിടെ പെയ്ത മഴയിലാണ് ഇവിടെ കുഴി രൂപപ്പെട്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് CNG വിതരണ വാഹനങ്ങളിലെ ഡ്രൈവർമാരുടെ മിന്നൽ പണിമുടക്ക്. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ 20ഓളം പമ്പുകളിലേക്കുള്ള CNG വിതരണം ഇതോടെ പ്രതിസന്ധിയിലായി. ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് ലിമിറ്റഡിന്റെ പമ്പുകളിലേക്ക് CNG ഇന്ധനം വിതരണം ചെയ്യുന്ന 48 ടാങ്കർ ഡ്രൈവർമാരാണ് ഇന്നലെ വൈകിട്ട് മുതൽ പണിമുടക്ക് ആരംഭിച്ചത്. വിതരണം പുനരാരംഭിച്ചില്ലെങ്കിൽ ഇരു ജില്ലകളിലെയും സ്വകാര്യ ബസ് അടക്കമുള്ള വാഹനങ്ങളുടെ സർവീസിനെ ബാധിക്കും. ഇന്ത്യൻ ഓയിൽ അദാനി കമ്പനിയിൽ നിന്ന് സബ് കോൺട്രാക്ട് എടുത്തവർക്ക് കീഴിൽ ജോലി ചെയ്യുന്ന 55 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഡ്രൈവർമാരെ പിരിച്ചുവിട്ടതോടെയാണ് പ്രശ്നം തുടങ്ങിയത്. ഡ്രൈവർമാർ ചേർന്ന് സംഘടന രൂപീകരിച്ച് 19 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ പ്രതികാരമെന്ന നിലയിലാണ് മെയിലെ ശമ്പളം നൽകാത്തതെന്ന് പണിമുടക്കുന്ന ഡ്രൈവർമാർ ആരോപിക്കുന്നു. തിങ്കളാഴ്ച വൈകിട്ട് വരെ ശമ്പളം ലഭിക്കാതെ വന്നതോടെ പണിമുടക്കുമെന്ന് അറിയിച്ചപ്പോൾ 5000 രൂപ മാത്രം നൽകാമെന്ന് അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് ഇരു ജില്ലകളിലെയും ഡ്രൈവർമാർ CNG വിതരണം നിർത്തിയത്. നിലവിൽ വാളയാർ, കുന്നംകുളം എന്നിവിടങ്ങളിൽ നിന്നാണ് ടാങ്കറിൽ ഇന്ധനം നിറയ്ക്കുന്നത്. ഇതു പിന്നീട് ഇരു ജില്ലകളിലെയും പമ്പുകളിലെത്തിക്കും. 400 കിലോയാണ് ഒരു ടാങ്കറിൽ നിറയ്ക്കുന്നത്. ശമ്പളം ലഭിക്കില്ലെന്ന് വ്യക്തമായതോടെ ഇന്നലെ വൈകിട്ട് മുതൽ ലോഡ് എടുത്തിട്ടില്ല. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ബുധനാഴ്ച CNG പമ്പുകളുടെ പ്രവർത്തനം മുടങ്ങും. CNG ഇന്ധനം ഉപയോഗിക്കുന്ന നിരവധി സ്വകാര്യ ബസ്സുകളും ഓട്ടോറിക്ഷകളും ഇരു ജില്ലകളിലുമായി സർവീസ് നടത്തുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങളെയും ഇന്ധനക്ഷാമം ബാധിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശക്തമായ കാറ്റിലും മഴയിലും വീടിന് മുകളിൽ തെങ്ങ് വീണ് വീട് തകർന്നു. ലക്കിടി രാമകൃഷ്ണപ്പടി കല്ലിങ്കൽ പ്രേമകുമാരിയുടെ വീടാണ് തകർന്നത്. വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു. 10,000 രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദരം. അനുമോദന സദസ്സ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസും ഉണ്ടായിരുന്നു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകളിലെ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ 200-ൽ പരം വിദ്യാർത്ഥികളെയാണ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സദസ്സ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ 7 ഗ്രാമപഞ്ചായത്തുകൾക്കും ഇടയിൽ നമ്മുടെ വിദ്യാലയങ്ങൾക്കിടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഓരോന്നായിട്ട് ഈ ഒരു സമയത്ത് അതൊന്നും തന്നെ എണ്ണി പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സാധ്യതകളിൽ നിന്നുകൊണ്ട്, അതിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, ആ പരിമിതികളെ നിലനിൽക്കുമ്പോഴും അതിനെ പരമാവധി മറികടന്നുകൊണ്ട് നല്ല ഇടപെടൽ നടത്തുവാൻ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഭരണസമിതിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള. ചടങ്ങിൽ വിജയികൾക്കുള്ള ഉപഹാരങ്ങളും പ്രസിഡന്റ് വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കൃഷ്ണകുമാർ, PV പ്രിയ, ഷെറിന ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർമാരായ അനു വിനോദ്, ഷാനിബ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KS മഞ്ജുഷ സ്വാഗതവും VO K പ്രസാദ് നന്ദിയും പറഞ്ഞു. P ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ബാങ്ക് അപ്രൈസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പാലക്കാട് ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണാ സമരം CITU ജില്ലാ സെക്രട്ടറി M ഹംസ ഉദ്ഘാടനം ചെയ്തു.
സാമ്പത്തിക ദാരിദ്ര്യം നിത്യേന ജീവിത ദുരിതമാക്കുന്ന സാഹചര്യത്തിലാണ് കേരള ബാങ്ക് അധികൃതർ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതെന്നും മിനിമം വേതനമെന്ന സർക്കാർ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കേരള ബാങ്ക് അധികൃതരുടെ നടപടി അംഗീകരിക്കാനാകില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ എം ഹംസ പറഞ്ഞു. കമ്മീഷൻ വെട്ടിക്കുറച്ച നടപടി പുനഃസ്ഥാപിക്കുക, സ്ഥിരവേതനം 15,000 രൂപയാക്കുക, സെക്യൂരിറ്റി ഡെപ്പോസിറ്റിനുള്ള പലിശ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അപ്രൈസേഴ്സ് യൂണിയൻ ധർണ സംഘടിപ്പിച്ചത്. അതെല്ലാം ആദ്യം വഴി എല്ലാം നടക്കുന്നില്ലേ? ഇപ്പോഴും നടന്നു പോകുന്നില്ലേ? ഇപ്പോഴും കേരള ബാങ്കിൽ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. മാർച്ച് മാസം 31 ആകുമ്പോൾ മാർച്ച് മാസം 31 മുമ്പ് ഒരു NPA മാനേജ്മെന്റിന് വേണ്ടി പലരും ലോൺ ക്ലോസ് ചെയ്യാറുണ്ട്. എന്നിട്ട് പുതിയ വായ്പ എടുക്കാറുണ്ട്. ആ വായ്പ എടുക്കുമ്പോൾ എല്ലാം പുതിയതായുള്ള നടപടിക്രമം തന്നെയാണ് പാലിക്കാറുള്ളത്. ബോർഡ് പാസ്സാക്കണം, മറ്റേ വാല്യുവേഷൻ നോക്കണം, ലീഗൽ ഒപ്പീനിയൻ നോക്കണം. അതിനെല്ലാം ഒരു പുതിയ ലോൺ എന്ന നിലയിൽ കണക്കാക്കി അതിനെല്ലാമുള്ള സർവീസ് ചാർജ് കേരള ബാങ്ക് വാങ്ങുന്നുണ്ട്. നിങ്ങളൊരു പുതിയ ലോൺ എടുക്കുമ്പോൾ അത് അപ്രൈസ് ചെയ്യുമ്പോൾ ഒരു പുതിയ ലോൺ എന്ന നിലക്ക് അതിനും സർവീസ് ചാർജ് വാങ്ങുന്നുണ്ട്. ആ സർവീസ് ചാർജ് വാങ്ങുമ്പോൾ നിങ്ങളുടെ സർവീസ് ചാർജ് എന്തിനാണ് കട്ട് ചെയ്യുന്നത്? ജില്ലാ പ്രസിഡന്റ് EV സേതുമാധവൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി A രാമദാസ്, AP സുന്ദരരാജ്, P ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മലിനീകരണം കുറവുള്ള നഗരസഭയ്ക്കുള്ള അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റിന് അർഹമായി ഷൊർണൂർ നഗരസഭ. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷിൽ നിന്നും ഷൊർണൂർ നഗരസഭയ്ക്ക് വേണ്ടി നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ പാലക്കാട് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന സെമിനാറിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച യോഗം ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര ഉദ്ഘാടനം ചെയ്തു. കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് AA റഷീദ് അധ്യക്ഷനായി. കമ്മീഷൻ അംഗം A സൈഫുദ്ദീൻ ഹാജി, വിവിധ ന്യൂനപക്ഷ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജൂൺ 29 പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന സെമിനാറിൽ 500 ന്യൂനപക്ഷ പ്രതിനിധികളെ പങ്കെടുപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. ബേബി മാത്യു ചെയർമാനും M സുലൈമാൻ ജനറൽ കൺവീനറുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഈ അധ്യയന വർഷം 1ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എത്തിയതിന്റെ സന്തോഷത്തിലാണ് ചെറുതുരുത്തി സർക്കാർ LP സ്കൂളിലെ അധ്യാപകരും PTA ഭാരവാഹികളും. 1ാം ക്ലാസ്സിൽ തൃശൂർ ജില്ലയിൽ തന്നെ 165 വിദ്യാർത്ഥികളുമായി 1ാം സ്ഥാനത്താണ് ചെറുതുരുത്തി സർക്കാർ LP സ്കൂൾ. 84 പെൺകുട്ടികളും 81 ആൺകുട്ടികളുമാണ് ഇത്തവണ 1ാം ക്ലാസ്സിൽ ചേർന്നിരിക്കുന്നത്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ 679 വിദ്യാർത്ഥികളാണ് ചെറുതുരുത്തി സർക്കാർ LP സ്കൂളിലുള്ളത്. ഇതുകൂടാതെ LKG UKG ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെ കൂടി കണക്കാക്കുമ്പോൾ 1000-ലധികം വിദ്യാർത്ഥികൾ സ്കൂളിൽ ഉണ്ടാകുമെന്ന് പ്രധാന അധ്യാപകൻ PK മോഹനൻ, PTA പ്രസിഡന്റ് EK അലി, അധ്യാപകരായ KM ശാലിനി, AA അബ്ദുൽ ഗഫൂർ എന്നിവർ അറിയിച്ചു. ഈ വർഷവും ഞങ്ങൾക്ക് നല്ല അഡ്മിഷൻ ഇവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞു. ഈ വർഷം 1ാം ക്ലാസ്സിൽ 165 കുട്ടികളാണ് പ്രവേശനം നേടിയത്. മറ്റ് ക്ലാസ്സുകളിലേക്കൊക്കെ ആയിട്ട് ഏകദേശം 170-75 ഞങ്ങൾക്ക് അഡ്മിഷനുണ്ട്. വലിയ ഒരു അഡ്മിഷനാണ് ഇതുണ്ടായിരിക്കുന്നത്. പൊതുവിദ്യാലയങ്ങൾ ഭീഷണിയെ നേരിടുന്ന ഈ കാലഘട്ടത്തിലും മികച്ച പ്രവർത്തനവും ചിട്ടയായ നല്ല അച്ചടക്കവും മാത്രം തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു മികവിന് കാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സൗഹൃദം സ്ഥാപിച്ച് വനിതാ ഡോക്ടറിൽ നിന്ന് 7 ലക്ഷം രൂപയും 30 പവനും തട്ടിയെടുത്ത യൂട്യൂബർ അറസ്റ്റിൽ. എറണാകുളം കടവന്ത്ര സ്വദേശി ജയശങ്കറിനെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ സ്വദേശിനിയായ വനിതാ ഡോക്ടറിൽ നിന്നാണ് ഇയാൾ 7.61 ലക്ഷം രൂപയും 30 പവൻ സ്വർണവും തട്ടിയെടുത്തത്. പ്രതിയോടൊപ്പമുള്ള പരാതിക്കാരിയുടെ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തിയത്. ഇതോടെ വനിതാ ഡോക്ടർ തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 2023 ജനുവരി 14 മുതൽ 2023 ഡിസംബർ 30 വരെയുള്ള കാലയളവിലാണ് പ്രതി പണവും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള സ്റ്റേറ്റ് ബാംബു മിഷന്റെ നേതൃത്വത്തിൽ പേരൂർ വാണിയം പറമ്പിൽ നടന്ന ഈറ്റ മുള കരകൗശല നിർമ്മാണ പ്രവർത്തികളുടെ പരിശീലന ക്യാമ്പിന് സമാപനമായി. കൊല്ലം മുളങ്കാട് എന്ന സ്ഥാപനമാണ് 2 ആഴ്ച നീണ്ടുനിന്ന പരിശീലന ക്യാമ്പിന് നേതൃത്വം നൽകിയത്. ക്യാമ്പിൽ 15ഓളം പേർക്കാണ് പരിശീലനം നൽകിയത്. ഇവർ നിർമ്മിച്ച മുള കൊണ്ടുള്ള കരകൗശല വസ്തുക്കളും പ്രദർശനത്തിന് വെച്ചിരുന്നു.
മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ എസ് ഷിബുമേനോനാണ് പരിശീലനം നൽകിയത്. പരിശീലന ക്യാമ്പിന്റെ സമാപനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് നിർവഹിച്ചു. എന്ന് നമ്മൾ എപ്പോഴും പറയുമ്പോഴും അവരെല്ലാവരും ഈ ഇതിലേക്ക് ഒരു 10 രൂപ സമ്പാദ്യ പദ്ധതിയിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം നമുക്ക് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മൾ 1,00,000 തൊഴിൽ ദിനങ്ങൾ ഒരു തൊഴിൽ നമ്മൾ ആരംഭിക്കണം എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ആ പറഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഒരു വർഷം ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ 1,35,000-ഓളം തൊഴിൽ വ്യവസായങ്ങൾ നമ്മൾ ആരംഭിച്ചു എന്നുള്ളതാണ്. കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ഒറ്റപ്പാലം വ്യവസായ വകുപ്പ് ഓഫീസർ KV രാഹുൽ വിജയ് പദ്ധതി വിശദീകരിച്ചു. AS സുസ്മിത, KR അംബികാദേവി, അനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കഥ, നോവൽ എന്നിവയ്ക്ക് OV വിജയൻ സ്മാരക സമിതി നൽകുന്ന ഈ വർഷത്തെ പുരസ്കാരം പ്രഖ്യാപിച്ചു. ചെറുകഥാ വിഭാഗത്തിൽ KP രാമനുണ്ണിയുടെ ശരീരദൂരം ഹൈന്ദവവും, നോവൽ വിഭാഗത്തിൽ V ഷിനിലാലിന്റെ 124 എന്ന നോവലും പുരസ്കാരത്തിന് അർഹമായി. യുവകഥാ പുരസ്കാരം ജിൻഷ ഗംഗയുടെ തോറ്റം എന്ന ചെറുകഥയ്ക്ക്. പുരസ്കാര സമർപ്പണം ജൂലൈ 2-ന് OV വിജയൻ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി തസ്രാക്കിലെ OV വിജയൻ സ്മാരക കേന്ദ്രത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ നൽകുമെന്ന് ചെയർമാൻ നാരായണദാസ് പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2022 ഡിസംബർ വരെ 3 വർഷത്തിനുള്ളിൽ പ്രസിദ്ധീകരിച്ച രചനകളാണ് പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തതെന്ന് ചെയർമാൻ TK നാരായണദാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹരികൃഷ്ണൻ തച്ചാടൻ രചിച്ച പാത്തുമ്മയുടെ വീട് കഥാസമാഹാരം പ്രത്യേക ജൂറി പുരസ്കാരത്തിനും അർഹമായി. രാജ്യത്ത് നടക്കുന്ന ജാതിമത വർഗീയതയ്ക്കെതിരെയുള്ള രചനകളാണ് KP രാമനുണ്ണിയും V ഷിനിലാലും നടത്തിയത്. മാധ്യമപ്രവർത്തകർക്കെതിരെയും വിമർശിക്കുന്നവരെ തുറുങ്കിലടയ്ക്കുന്ന ദേശീയ സമീപനത്തിനെതിരെയുമാണ് ഷിനിലാലിന്റെ നോവൽ 124 പ്രതിപാദിക്കുന്നത്. ദേശീയ രാഷ്ട്രീയമായി ശക്തമായി പ്രതികരിക്കുന്നു എന്ന് തന്നെ മനുഷ്യനെ വിഭജിക്കുന്നതിനും വിഭജിച്ചുകൊണ്ട് ഭരിക്കുന്നതിനുമുള്ള അധികാരവർഗത്തിന്റെ ശ്രമത്തിനെതിരെയുള്ള നല്ല പ്രതികരണം. അതോടൊപ്പം ആ വിഭജനത്തിന്റെ വിദ്വേഷ രാഷ്ട്രീയമൊക്കെ സാധാരണ മനുഷ്യനുണ്ടാക്കുന്ന ആഘാതം എന്താണ്, അവന് നിസ്സഹായത എന്താണ്, ചെറിയ കുട്ടികൾ പോലും അതിനെങ്ങനെ വിധേയപ്പെട്ടു പോകുന്നു എന്നെല്ലാം ആവിഷ്കരിക്കുന്ന കഥാസമാഹാരങ്ങളാണ് KP രാമനുണ്ണിയുടെ. ഷിനിലാലിന്റെ മൾട്ട് ഫോർ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ രാജ്യത്ത് മാധ്യമപ്രവർത്തകർക്ക് നേരെയും സാംസ്കാരിക പ്രവർത്തകർക്ക് നേരെയും ചിന്തിക്കുന്ന എല്ലാ മനുഷ്യർക്ക് നേരെയും ഏത് സമയത്തും വന്നു വീഴാവുന്ന ഒരു ആപത്ത് പോലെ നിൽക്കുന്ന രാജ്യദ്രോഹ കുറ്റം. ഒന്നാം സമ്മാനം നേടിയവർക്ക് 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും, നവാഗതർക്ക് 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം. പുരസ്കാര സമർപ്പണം ജൂലൈ 2-ന് OV വിജയൻ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി നൽകുമെന്നും നാരായണദാസ് പറഞ്ഞു. 8 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന എഴുത്തുകാർക്കുള്ള കോട്ടേജ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ OV വിജയൻ സ്മാരകത്തിൽ ഈ വർഷം നടപ്പിലാക്കും. മലബാർ മേഖലയിൽ സാംസ്കാരിക മേഖലകളെ ബന്ധിച്ച് 50 കോടിയുടെ പദ്ധതി നടപ്പിലാക്കുമെന്നും സെക്രട്ടറി TR അജയൻ പറഞ്ഞു. അഡ്വക്കേറ്റ് CP പ്രമോദും പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അന്തരിച്ച പ്രശസ്ത മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം ലീലാമ്മ പ്രഥമ പുരസ്കാരം കലാമണ്ഡലം കവിത കൃഷ്ണകുമാറിന്. കലാമണ്ഡലം ലീലാമ്മയുടെ 7ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് ശനിയാഴ്ച കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങ് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്യും. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ അധ്യക്ഷനാകും. ഡോക്ടർ കലാമണ്ഡലം നിഖില അനുസ്മരണം നടത്തും. ചടങ്ങിൽ കലാമണ്ഡലം ലീലാമ്മ പ്രഥമ പുരസ്കാരം പ്രശസ്ത മോഹിനിയാട്ടം നർത്തക കലാമണ്ഡലം കവിത കൃഷ്ണകുമാറിന് കലാമണ്ഡലം ക്ഷേമാവധി സമ്മാനിക്കുമെന്ന് ഭാരവാഹികളായ ഡോക്ടർ ഗീത ശിവകുമാർ, ഡോക്ടർ കലാമണ്ഡലം കൃഷ്ണപ്രിയ ഗോപാൽ, കൃഷ്ണപ്രസാദ്, കലാമണ്ഡലം ശ്രീവിദ്യ, കലാമണ്ഡലം പ്രസന്ന തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വരുന്ന ശനിയാഴ്ച, അതായത് ജൂൺ 15-ാം തീയതി കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് ഒരു കലാമണ്ഡലം ലീലാമ്മയുടെ 7ാം ചരമവാർഷികവും അതിനോടനുബന്ധിച്ച് അനുസ്മരണവും നടത്തുന്നു. കലാമണ്ഡലം ലീലാമ്മ മെമ്മോറിയൽ കൾച്ചറൽ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി നടത്തുന്നത്. ഇത്തവണ കൾച്ചറൽ ട്രസ്റ്റിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെ പ്രഥമ പുരസ്കാരം ലീലാമ്മ ടീച്ചറുടെ വർക്കുകളോട് കൂടുതലായിട്ട് അടുത്ത് നിൽക്കുന്നവർക്ക് നൽകുന്ന മോഹിനിയാട്ടത്തിന് നൽകുന്ന സമഗ്ര സംഭാവനയുടെ പേരിൽ ഒരു അവാർഡ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് നൽകുന്നത് പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറും അതിനർഹയായിരിക്കുന്നത് കലാമണ്ഡലം കവിത കൃഷ്ണകുമാറുമാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാന ലോറി ആക്രമിച്ചു. അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ ഷോളയാർ പെൻസ്റ്റോക്ക് പൈപ്പിന് സമീപമാണ് സംഭവം. മലക്കപ്പാറയിൽ നിന്ന് എറണാകുളത്തേക്ക് പോയ ലോറിയെയാണ് കാട്ടാന ആക്രമിച്ചത്. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു ആക്രമണം. ഡ്രൈവർ ലോറിയിൽ നിന്ന് ഇറങ്ങിയോടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആനയുടെ ആക്രമണത്തിൽ ലോറിയുടെ മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ മഞ്ഞക്കാട് ശ്രീനാരായണ സമാജം ഹാളിൽ നേത്രചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. നേരത്തെ കണ്ടെത്തുമ്പോൾ അതിന് ചികിത്സയും വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയും ഇവിടെ നൽകാനായിട്ട് സാധിക്കുന്നു എന്നതും വളരെ പ്രധാനമാണ്. എന്നാലും നമ്മുടെ ഈ സന്നദ്ധ പ്രവർത്തനം SNDP ശാഖായോഗത്തിൻ്റെതായാലും മഞ്ഞക്കാട് ശ്രീനാരായണ സമാജവും അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ഫോറം മഞ്ഞക്കാട് യൂണിറ്റും ചേർന്ന് നടത്തുന്ന ഈ പ്രവർത്തനത്തെ അഭിനന്ദിക്കുകകൂടി ചെയ്തുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ക്യാമ്പാണ് പ്രധാനം എന്നതുകൊണ്ട്. പാലക്കാട് സർക്കാർ ആശുപത്രിയിലെ പ്രമുഖ ഡോക്ടർമാരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. പരിപാടിയിൽ ഷൊർണൂർ നഗരസഭ നഗരവികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ FG മുകുന്ദൻ വിശിഷ്ടാതിഥിയായി. സ്വയംപ്രഭ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനായി. ഡോക്ടർ ഗീത നേത്രചികിത്സാ ക്യാമ്പിനെക്കുറിച്ച് വിശദീകരിച്ചു. ദിനേശൻ, രാമചന്ദ്രൻ, ശ്രീനിവാസൻ, അനിൽ എന്നിവർ സംസാരിച്ചു. പരിപാടിക്ക് സാബു നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. പിരായിരി ഗ്രാമപഞ്ചായത്തിലെ പുതുക്കുളങ്ങര കുളത്തിന് ചുറ്റും തണൽ മരങ്ങളും പൂച്ചെടികളും നട്ടു സംരക്ഷിക്കാൻ ജനപ്രതിനിധികളും തൊഴിലുറപ്പ് പ്രവർത്തകരും രംഗത്തിറങ്ങി. ഷാഫി പറമ്പിൽ MLAയുടെ ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ചെലവഴിച്ചാണ് പുതുക്കുളങ്ങര കുളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തി. പിരായിരി പഞ്ചായത്തിലെ 21-ാം വാർഡിലുള്ള പുതുക്കുളങ്ങര കുളത്തിന് 1.5 ഏക്കർ വിസ്തൃതിയുണ്ട്. ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് കുളം നിർമ്മിച്ചിട്ടുള്ളത്. താഴെയും മുകളിലുമായി പ്ലാറ്റ്ഫോം നിർമ്മിച്ച് ടൈൽ വിരിച്ചും ചുറ്റും കുളിക്കടവുകളും കടവിലേക്ക് ഇറങ്ങാൻ കൈവരികളും നിർമ്മിച്ച് വിനോദസഞ്ചാര കേന്ദ്രത്തിലേതുപോലെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത്. കുളത്തിനു ചുറ്റും പൂച്ചെടികളും തണൽ വൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കാൻ പ്രദേശത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും രംഗത്തിറങ്ങി. വൃക്ഷത്തൈകൾ നടുന്നതിന്റെ ഉദ്ഘാടനം പിരായിരി ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ M. ഇസ്മായിൽ നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം രാജമ്മ അധ്യക്ഷയായി. കുടുംബശ്രീ CDS മുൻ ചെയർപേഴ്സൺ സറീന, പിരായിരി മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലന്റെ നേതൃത്വത്തിലാണ് വൃക്ഷത്തൈകൾ നട്ടത്. മരം നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ അഭിമാനവും യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയും ആണ് നമ്മളിന്നിവിടെ ഈ മരം നടൽ സംരംഭവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. നാട് മുഴുവനും പച്ചപ്പ് കാത്തു സൂക്ഷിക്കുകയും അതിനെ നന്നായി നോക്കി വളർത്തി പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുന്ന നമ്മുടെ ബാലേട്ടൻ കല്ലൂർ, അദ്ദേഹം ഒരുപാട് മരങ്ങൾ നട്ട ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പിരായിരി പഞ്ചായത്തിൽ ഹരിതകർമ്മസേനാ പ്രവർത്തകർ ശേഖരിച്ചു കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ സൂക്ഷിക്കാനും തരംതിരിക്കാനുമായി MCF സെന്റർ സ്ഥാപിച്ചു. താൽക്കാലികമായി വാടക കെട്ടിടത്തിലാണ് MCFന്റെ പ്രവർത്തനം ആരംഭിച്ചത്. MCFന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷെറീന ബഷീർ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S. സാദിഖ് ബാഷ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KR ശിവപ്രസാദ്, S. സഫിയ, രാജമ്മ, പഞ്ചായത്ത് അംഗങ്ങളായ മോഹൻദാസ്, ഹബീബ്, വിനീത, മുൻ മുനിസിപ്പൽ ചെയർമാൻ SR ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 4 വർഷമായിട്ടും റോഡ് പണി പൂർത്തിയാക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി BJP രംഗത്ത്. ഷൊർണൂർ PWD ഓഫീസിൽ പ്രതിഷേധവുമായി എത്തിയത് ഷൊർണൂർ കുളപ്പുള്ളി മുതൽ കൊച്ചിൻ പാലം വരെയുള്ള പാതയിലെ വലിയ കുഴികൾ അടയ്ക്കണമെന്നും അപകടങ്ങൾ പെരുകാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടി. ഷൊർണൂർ MLA P. മമ്മിക്കുട്ടിക്കെതിരെയും രൂക്ഷ വിമർശനം. പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാതെ MLAയും ഉദ്യോഗസ്ഥരും വലിയ അഴിമതിയാണ് നടത്തിയിരിക്കുന്നതെന്നും BJP നേതാക്കൾ. പാലക്കാട് മെഡിക്കൽ കോളേജിൽ സ്ഥിരം അധ്യാപകരും അടിസ്ഥാന സൗകര്യവുമില്ല. അനിശ്ചിതകാല സമരവുമായി വിദ്യാർത്ഥികൾ. പ്രതിഷേധവുമായി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പരിശോധനാ സംവിധാനങ്ങൾ, ശസ്ത്രക്രിയാ സംവിധാനങ്ങൾ തുടങ്ങി യാതൊരു അടിസ്ഥാന സൗകര്യവും അധികൃതർ ഒരുക്കിയിട്ടില്ലെന്നും കരാർ അടിസ്ഥാനത്തിലുള്ള അധ്യാപകർ അധ്യാപനത്തിന് പ്രാപ്തരല്ലെന്നും വിദ്യാർത്ഥികൾ. സർക്കാർ അവഗണന തുടർന്നാൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച് SFI. സുരേഷ് ഗോപിയുമായുള്ള ബന്ധം വിവാദമായ പശ്ചാത്തലത്തിൽ മേയർ MK വർഗീസിന് താക്കീത് നൽകി CPM. പ്രതികരണങ്ങളിൽ ശ്രദ്ധ വേണമെന്ന CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് മേയർക്ക് നിർദ്ദേശം നൽകി.
തൃശൂരിന്റെ MP ആകാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് MK വർഗീസ് പറഞ്ഞത് തിരിച്ചടിയായെന്ന് CPI വ്യക്തമാക്കിയിരുന്നു. CPIയുടെ പരാതിയെ തുടർന്നാണ് CPMന്റെ നടപടി. പത്തിരിപ്പാല ഞാവളിൻ കടവിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പഴയലക്കടി കല്ലുവെട്ടുകുഴിയിൽ അമീർ ഹംസയുടെ മകൻ 30-കാരൻ അദീബ് അമീറിനെയാണ് ഞാവളിൻ കടവിന് സമീപം പുഴയിൽ ബുധനാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒറ്റപ്പാലം നെല്ലിക്കുറിശ്ശിയിൽ ഉടമയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം കാർ കത്തിച്ച കേസിൽ നെല്ലിക്കുറിശ്ശി സ്വദേശി 31-കാരൻ ചക്കിങ്ങൽ സൈദലവിയെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു. ചുനങ്ങാട് ചെപ്പലത്തോട്ടിൽ 34 വയസ്സുകാരൻ പ്രമോദിനാണ് പരിക്കേറ്റത്. കാർഷിക മേഖലയിൽ സോളാർ പമ്പുകൾ വിപ്ലവം സൃഷ്ടിക്കുന്നു. സൗരോർജ്ജത്തിൽ ജലസേചനം നടത്തുന്ന പദ്ധതിക്ക് പട്ടാമ്പി മേഖലയിൽ തുടക്കം. പദ്ധതി നടപ്പിലാക്കുന്നത് കൃഷിഭവനുകൾ വഴി. ജലസേചന മാർഗം സോളാർ വഴി ആവുന്നത് വലിയ ആശ്വാസമാണെന്ന് കർഷകർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.